ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സൗത്ത് ഗോവയിലെ മഡ്ഗാവിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള നമ്മളുടെ ബെനോലി ബീച്ചിലേക്കാണ് പോകുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ബീച്ചായിരിക്കും. ഗോവയിൽ വന്നിട്ടുള്ള ഒരു മിക്കവരും പോയിട്ടുണ്ടാവാൻ ചാൻസ് ആയിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് ബെനോലി. അപ്പോ ഈ ബീച്ചിന്റെ വഴിയാണ് ട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ. നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെയാണ് ഉള്ളത്. പേ പാർക്കിംഗ് ഒന്നും അല്ല, ഫ്രീ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോർത്ത് ഗോവയിൽ ഒരുമിക്ക പാർക്കിംഗ് ഒക്കെ പേ പാർക്കിംഗ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ ഇതെല്ലാം സൗത്ത് ഗോവയിൽ ഒരുമിക്ക ബീച്ചസിന്റെ പാർക്കിംഗ് നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബീച്ച് റെസ്റ്റോറന്റ്. ഇതിന്റെ പേര് ജോൺസി. ഇത് പെഡ്രോസ്. അപ്പുറത്ത് കാണുന്നതാണ് ജോൺസി. ഞങ്ങൾ ഒരു വർഷം ന്യൂ ഇയർ ഇവിടെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ പെഡ്രോസില്. നല്ലതാണ്. ജോൺസിയും കിടുവാണ്, നല്ല റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോ കണ്ടോ, നല്ല സന്ധ്യാസമയമാണ്. സൺസെറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. നല്ല വൈറ്റ് സാൻഡും ക്ലിയർ വാട്ടർ ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മളുടെ ബെനോലിം ബീച്ച്. അപ്പോ ഡിസംബർ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡിസംബർ മിഡൊക്കെ ആയി എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിപ്പോ ഇവിടെ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും ഇവിടെ ഷാക്ക് തുടങ്ങും. ഷാക്കില് നമുക്ക് ഇതേപോലെ എന്താ പറയാ, ബീച്ചിൽ തന്നെ അവര് ഫുൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഈ ഷാക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുൻപ് പോകുമ്പോ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു ബോട്ടിങ്ങിന്റെ ഒക്കെ ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ബോട്ടൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ് വെച്ചേക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലേ സന്ധ്യാസമയത്ത് നമ്മളുടെ കടൽ. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങൾ ഒരുമിക്ക തവണയും ബീച്ചിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്തേക്കുന്നതെല്ലാം സന്ധ്യാസമയം തന്നെയാണ്. ഇവിടെ നിറയെ വാട്ടർ സ്പോർട്സ് ഉണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ്ങും അങ്ങനെ നമ്മളുടെ കുറെ റൈഡിങ്സ് ഒക്കെ ആയിട്ട് വാട്ടർ സ്പോർട്സും കുറെ ഉണ്ട്. ഇതേ കണ്ടോ, ഇതാണ് ഷാക്കിന്റെ ശരിക്കും കണ്ടോ, കുറെ അങ്ങോട്ട് ഇറക്കി നമ്മളുടെ കടലും ആ തിരമാലയൊക്കെ ശരിക്കും നമുക്ക് അനുഭവിച്ചറിയുന്ന രീതിയിലാണ് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ ആൾക്കാർ അവിടെ റെസ്റ്റോറന്റ് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിരുന്ന് കുറച്ചും കൂടി ഇരുട്ടിയിട്ടുണ്ടെങ്കിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആകും. എല്ലാവർക്കും ആഗ്രഹമായിരിക്കുമല്ലോ അതേപോലെയൊക്കെ. നല്ലതാണ് കേട്ടോ, നല്ലത് അങ്ങനെയൊക്കെ വന്നിരിക്കാൻ. ആ ഒരു കടലിന്റെ തണുപ്പും ആ ഒരു സമയവും ഒക്കെ കൂടി ആവുമ്പോ നല്ല രസാണ്. ആ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്ന സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസാണല്ലേ. അപ്പൊ നിങ്ങളിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ബെനോലിം ബീച്ച്? നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇവിടെ? പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ പെഡ്രോസും ജോൺസി എന്നൊക്കെ പറയുന്ന റെസ്റ്റോറന്റും ബീച്ച് ഷാക്കിലൊക്കെ പോയിട്ടുണ്ടോ, ഇരുന്നിട്ടുണ്ടോ? എല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് വഴി പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു തുടക്കക്കാരിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്താണ്? നിങ്ങളൊക്കെ എവിടേക്കാ ട്രിപ്പ് ഒക്കെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഗോവയിലേക്ക് എത്ര പേരാണ് ന്യൂ ഇയറിന് വരാനിരിക്കുന്നത്? എല്ലാം നിങ്ങൾ കമന്റ് വഴി അറിയിക്കണം കേട്ടോ. അപ്പൊ ന്യൂ ഇയറിന് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗോവ. ഇവിടെ കുറെ നല്ല ക്ലബും ബീച്ചും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫുൾ പാർട്ടി, ഫുൾ വൈബ് ആയിരിക്കും, ഫുൾ ഓൺ ആയിരിക്കും. മീൻസ് എല്ലാം ഓപ്പൺ ആയിരിക്കും, ക്ലോസ് ആയിരിക്കില്ല. ഈ നൈറ്റ് ടൈം ആയാലും 1 o'clock 2 o'clock 3 o'clock വരെയൊക്കെ എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഗോവ. അപ്പൊ ഞങ്ങൾ ദേ നേരെ അങ്ങ് നടക്കാണ്. ഇങ്ങോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ബീച്ച് റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. എല്ലാം ഷാക്കാണ്, ബീച്ച് ഷാക്കുകളാണ്.
അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഒരുമിക്ക ടേബിൾസും ഫുള്ളാണ്. പിന്നെ ടൈം കുറച്ചും കൂടി ആവുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടി പേര് ആൾക്കാർ എത്തുക. കാരണം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഇനി ഇരുട്ടുമ്പോഴേക്കും വരും. പക്ഷെ ഇപ്പോഴേ തന്നെ എല്ലാം സ്റ്റാർട്ട് ഐ മീൻ ഫുൾ ലൈറ്റിങ്ങും നല്ല പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പൊ അവിടെ നമുക്ക് ഇതിൽ കൂടി നടക്കുമ്പോ തന്നെ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്നവരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ, അവർക്കൊന്നും അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടാവില്ല. നല്ല സെറ്റപ്പിലാണ് അവര് ഷാക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. അപ്പോൾ ഗോവ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്സ് ആണ് പോകുന്നത്. അപ്പോൾ അറിയാം ഗോവയൊക്കെ അതുകൊണ്ട് അധികം എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്ന ടൈമാണിപ്പോൾ. പക്ഷെ എന്നാലും പോകാത്തവരുണ്ടെങ്കിൽ, വരാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഗോവ. എത്രയൊക്കെ ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ തായ്ലൻഡ്, മലേഷ്യ അങ്ങനെ കുറെയൊക്കെ ഇപ്പോൾ എല്ലാവരും പോകുന്ന പ്ലേസസ് ആണ്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഗോവ അത് പണ്ടേ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഗോവ കാണാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വന്ന് കാണണം. എപ്പോഴെങ്കിലും എന്ന് പറയില്ല ഞാൻ, എപ്പോഴും നവംബർ ഡിസംബർ തന്നെ വരാനേ ഞാൻ പറയുള്ളൂ. അതാണ് ആ ഒരു ഗോവ എക്സ്പ്ലോർ ചെയ്യേണ്ട എക്സാക്ട് ടൈം എന്ന് പറയുന്നത്. ആ ഒരു പീരീഡാണ്. കണ്ടോ, ഓൾമോസ്റ്റ് ടേബിൾസ് എല്ലാം ഫില്ലാണ്. അപ്പോൾ ഞങ്ങളുടെ ബെനോലിം ബീച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്. ഗോവയിലെ മറ്റു വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും മറക്കാതെ കാണണം. ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.